എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരുപാട് സമയമൊന്നും എടുക്കാതെ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തിട്ടെടുക്കാൻ പറ്റിയ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ മന്തിയാണ്. ഈ ഒരു മന്തി റൈസ് ആണെങ്കിലും അതുപോലെ തന്നെ ഒരു ചിക്കനൊക്കെ ആണെങ്കിലും നമ്മളൊരു റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കഴിക്കുന്ന പോലെ തന്നെ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ട് അതും ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തിട്ടെടുക്കാൻ പറ്റും. അപ്പോൾ ആദ്യമായിട്ടൊക്കെ മന്തി ഉണ്ടാക്കുന്നവരാണെങ്കിൽ പോലും ഈ ഒരു രീതിയിലൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ. നല്ല പെർഫെക്റ്റ് ടേസ്റ്റിൽ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പം ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ഒന്ന് കണ്ടു നോക്കാം. കൂടാതെ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു മന്തി റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ സെല്ല ബസുമതി റൈസാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇതുപോലെ നമ്മൾ സെല്ല ബസുമതി റൈസ് തന്നെ എടുക്കുകയാണെങ്കിൽ കറക്റ്റ് ഒരു റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കിട്ടുന്ന ഒരു മന്തി റൈസ് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 250 ml ഈ ഒരു കപ്പിൽ 4 കപ്പ് അളവിൽ ഇതുപോലെ സെല്ല ബസുമതി റൈസ് ആണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഈ ഒരു റൈസ് നമുക്ക് നന്നായിട്ടൊന്ന് കഴുകി എടുത്തതിന് ശേഷം കുറച്ച് ഏറെ തന്നെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഏകദേശം 1 മണിക്കൂറോളം ഇതൊന്ന് കുതിരാൻ വേണ്ടിയിട്ട് ഇടാം. ഈ ഒരു സെല്ല ബസുമതി റൈസ് ആയതുകൊണ്ടാണ് 1 മണിക്കൂർ നമുക്ക് കുതിരാൻ എടുക്കുന്നത്. ഇനി അഥവാ നിങ്ങൾ സാധാരണ നോർമൽ ബസുമതി റൈസ് ആണെങ്കിൽ ഏകദേശം ഒരു 10-15 മിനിറ്റ് മാത്രം കുതിരാൻ ഇട്ടാൽ മതി. അപ്പോൾ ഈ ഒരു റൈസ് തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു അറബിക് മസാല ആണ് റെഡിയാക്കാനുള്ളത്. അതിനായിട്ടൊരു 3 കാശ്മീരി മുളക്, 1/2 ടേബിൾ സ്പൂൺ അളവിൽ ഏലക്ക, 1/2 ടേബിൾ സ്പൂൺ അളവിൽ കുരുമുളകും, 1/2 ടേബിൾ സ്പൂൺ അളവിൽ പെരിഞ്ജീരകമാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. 1/2 ടീസ്പൂൺ മാത്രം, ചെറിയ ടീസ്പൂണിൽ 1/2 ടീസ്പൂൺ മാത്രം ചെറിയ ജീരകം എടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ അളവിൽ മുഴുവനായിട്ടുള്ള മല്ലിയും, പിന്നെ ജാതിക്കയുടെ ഉള്ളിലെ ഒരു കുരുവില്ല അതിൻ്റെ ഒരു 1/4 ഭാഗം നട്മഗും എടുത്തിട്ടുണ്ട്. ഒരു വെളുത്തുള്ളിയും ചെറിയൊരു കഷ്ണം കറുത്ത ഉണക്ക നാരങ്ങയും, 1/2 ടേബിൾ സ്പൂൺ അളവിൽ ഗ്രാമ്പുമാണ് വേണ്ടത്. പിന്നെ ഒരു 2 ബേ ലീവ്സ്. ഇതെല്ലാം കൂടി നമുക്ക് ഈ ഒരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ട് എടുക്കാം. ഈ ഒരു ഉണക്ക നാരങ്ങ നമ്മളൊന്ന് പൊട്ടിച്ചിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് ഇളക്കി ആ ഒരു ജീരകമൊക്കെ ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇത് മറ്റൊരു പാത്രത്തിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കാം. എന്നിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുത്തിട്ട് നല്ല ഫൈനായിട്ട് നമ്മളിതൊന്ന് പൊടിച്ചിട്ടെടുക്കണം. അപ്പം നമ്മുടെ ഈ ഒരു അറബിക് മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു മസാല നമുക്ക് മുഴുവനും ഈ ഒരു മന്തി റെഡിയാക്കാൻ വേണ്ടിയിട്ട് ആവശ്യമില്ല. അൽഫാം ഒക്കെ റെഡിയാക്കാനാണെങ്കിലും അതുപോലെ തന്നെ മറ്റ് അറബിക് റൈസുകളൊക്കെ റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു മസാല എടുക്കാനാണ് കേട്ടോ. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഇതുപോലെ ചിക്കനാണ്. ഞാനിപ്പോൾ ഇവിടെ നമുക്ക് ഒരു റെസ്റ്റോറൻറ്റിൽ നിന്ന് കിട്ടുന്ന ഒരു സെയിം രീതിയിൽ കിട്ടാനായിട്ട് സ്കിന്നോട് കൂടിയിട്ടുള്ള ചിക്കനാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. 1 കിലോ ചിക്കനാണ് കേട്ടോ ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത്. അതായത് ക്ലീൻ ചെയ്തതിന് ശേഷമുള്ള അളവാണ് 1 കിലോ എന്നുള്ളത്. ചിക്കൻ്റെ ഉള്ളിലേക്ക് നന്നായിട്ട് മസാല പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റിക്കോ അല്ലെങ്കിൽ ഒരു ഫോർക്കോ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുത്തി കൊടുക്കുക. അതിനുശേഷം നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് നമ്മളിപ്പോൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഒരു അറബിക് മസാലയില്ലേ അത് 1.5 ടേബിൾ സ്പൂൺ ആണ് ഇട്ട് കൊടുക്കേണ്ടത്. പിന്നെ വേണ്ടത് ഇതുപോലെ ഒരു ചിക്കൻ സ്റ്റോക്കാണ്. ഇത് ഉപ്പ് കുറഞ്ഞിട്ടുള്ള ചിക്കൻ സ്റ്റോക്കാണ്. ഇനി നിങ്ങൾ ഉപ്പുള്ള ഒരു ചിക്കൻ സ്റ്റോക്കാണ് എടുക്കുന്നതെങ്കിൽ ഇതിലേക്ക് പിന്നെ നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യം വരില്ല. അത് നോക്കിയിട്ട് മാത്രം ചേർത്ത് കൊടുക്കുക. ഒരു പാക്കറ്റിനുള്ളിൽ ആ ഒരു 2 എണ്ണം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് 1 ടേബിൾ സ്പൂൺ അളവിൽ വിനാഗിരിയാണ്. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ ഒരു 3-4 ഡ്രോപ്സ് റെഡ് ഫുഡ് കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇവിടെ ഒരു ഫോട്ടോയ്ക്കൊക്കെ വേണ്ടിയിട്ട് മാത്രം കുറച്ചൊരു റെഡ് ഫുഡ് കളർ ചേർത്ത് കൊടുത്തേ ഉള്ളൂ. നമ്മൾ സാധാരണ വീട്ടിൽ ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഫുഡ് കളർ ഒന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. കുറച്ചൊരു വെള്ളം കൂടി ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. ഒരുപാട് വെള്ളം ചേർക്കാൻ നിൽക്കേണ്ട. ഇതുപോലെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഈ ഒരു ചിക്കനിലേക്ക് ഈ ഒരു മസാല നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഈ ഒരു ചിക്കനിൽ നമുക്ക് ഈ ഒരു മസാല ഒന്ന് തേച്ച് പിടിപ്പിക്കാം. അപ്പോൾ ഈ ഒരു ചിക്കനിൽ ഈ ഒരു മസാലയൊക്കെ നന്നായിട്ട് നമ്മൾ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഏകദേശം ഒരു 1/2 മണിക്കൂറോളം നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. അതിനുശേഷം നമ്മൾ ഇതുപോലെ ഈ ഒരു പാനിലേക്ക് ഒരു 5 to 6 ടേബിൾ സ്പൂൺ അളവിൽ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇതുപോലെ സൺഫ്ലവർ ഓയിൽ തന്നെ ഒഴിച്ചു കൊടുക്കുക. ഇതൊരു 5-6 ഏലക്കായും അതുപോലെ തന്നെ ഒരു 5-6 ഗ്രാമ്പും എടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകവും 1 ടീസ്പൂൺ അളവിൽ മുഴുവനായിട്ടുള്ള മല്ലി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ വേണ്ടത് 1 ടേബിൾ സ്പൂൺ അളവിൽ മുഴുവനായിട്ടുള്ള ഒരു കുരുമുളകാണ്. ഒരു ഉണക്ക നാരങ്ങയും ഇതുപോലെ ചെറിയ 2-3 കറുവപ്പട്ടയും 2 ബേ ലീവ്സും എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി നമുക്ക് ഈ ഒരു എണ്ണയ്ക്കകത്തോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് നമ്മളിതൊന്ന് ചൂടാക്കിയിട്ട് എടുക്കുക. നന്നായിട്ട് ഇതൊന്ന് ചൂടാക്കി എടുത്തതിന് ശേഷം നമ്മളിപ്പോൾ ഒരു 1/2 മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്ന ഒരു ചിക്കൻ കഷ്ണങ്ങൾ ഇതിലേക്ക് വെച്ച് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ഒരു 4 ചിക്കൻ കഷ്ണങ്ങളും ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ തീ നന്നായി കുറച്ച് വെച്ച് കൊടുക്കണം കേട്ടോ. തീ നന്നായി കുറച്ച് വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ നമ്മളൊന്ന് മൂടി വെച്ച് അടച്ചു വെച്ച് കൊടുക്കുക. ഇതുപോലെ നമ്മൾ കുറച്ച് വലിയ പീസാക്കിയല്ലേ ചിക്കൻ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ കുറച്ചൊരു ടൈം എടുക്കും കേട്ടോ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. ഒരുപാട് സമയമില്ല. അപ്പോൾ ഇതുണ്ടല്ലോ ഒരു സൈഡ് നന്നായിട്ടൊന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇതൊന്ന് മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും നമ്മളിതൊന്ന് അടച്ചു വെച്ച് കൊടുത്തിട്ട് കുക്ക് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ ഒരു 2 സൈഡ് നന്നായിട്ടൊന്ന് മുരിഞ്ഞ് നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഈ ഒരു ചിക്കൻ നന്നായി വെന്തിട്ടുണ്ടോ എന്ന് അറിയുന്നത് ഇതുപോലൊരു സ്റ്റിക്ക് വെച്ചിട്ട് നമ്മളൊന്ന് കൊത്തി നോക്കുക. ഈ ഒരു
ഒരു സ്റ്റിക്ക് കണ്ടിലൊട്ടും ബലമൊന്നും ഇല്ലാതെ ഈസി ആയിട്ട് അതിലേക്ക് ഇറങ്ങിപ്പോവും. അപ്പോൾ ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ടെന്നാണ് അർത്ഥം. അപ്പോൾ ഇതുണ്ടല്ലോ, ഈ ഒരു ചിക്കൻ മുഴുവനും ഇപ്പം നന്നായിട്ട് തന്നെ കറക്റ്റ് ഒരു പാകത്തിന് നമുക്കൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ വെന്ത് വന്നതിന് ശേഷം നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് കുറച്ച് ഏറെ തന്നെ ഞാൻ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അരി വേവിച്ചിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ വെള്ളം വറ്റിച്ചിട്ടല്ല അരി വേവിച്ചിട്ട് എടുക്കുന്നത്. കുറച്ച് ഏറെ തന്നെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ആ ഒരു അരിപ്പയിലേക്ക് കുറ്റി നമ്മളൊരു വെള്ളം കളഞ്ഞിട്ടെടുക്കാണ് കേട്ടോ ചെയ്യുന്നത്. ഈ ഒരു വെള്ളത്തിലേക്ക് നമുക്ക് ആ ഒരു റൈസിനും നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു ചിക്കൻ സ്റ്റോക്ക് ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. ഇതും ഞാൻ ലെസ് സാൾട്ടാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഉപ്പ് കുറഞ്ഞിട്ടുള്ള ചിക്കൻ സ്റ്റോക്കാണ്. നിങ്ങൾ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഉപ്പുള്ള ചിക്കൻ സ്റ്റോക്കാണ് എടുക്കുന്നതെങ്കിൽ നമ്മൾ ഇതിലേക്ക് പിന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ നോക്കിയിട്ട് മാത്രമേ ചേർത്ത് കൊടുക്കാവുള്ളൂ. ഒരു 2 ചിക്കൻ സ്റ്റോക്കും ഇപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ അളവിൽ നാരങ്ങ നീരും കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. സാധാരണ നമ്മളൊരു നോർമൽ ബിരിയാണി ഒക്കെ വെക്കുന്ന സമയത്ത് ചോറ് വേവിക്കുമ്പോൾ വെള്ളത്തിൽ കുറച്ചൊരു ഉപ്പൊന്നും മുന്നിട്ട് നിൽക്കത്തില്ല. ആ ഒരു രീതിക്ക് തന്നെയാണ് കേട്ടോ. കുറച്ച് ഒരു വെള്ളത്തിൽ ഉപ്പൊന്നും മുന്നിട്ട് നിൽക്കണം. നമ്മളിപ്പോൾ പൊടിച്ചെടുത്ത് വെച്ചിട്ടുള്ള ഒരു മന്തി മസാല ഒരു 1/2 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 1-2 ടീസ്പൂൺ ഓയിലും കൂടി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കിയിട്ടെടുക്കുക. അതുപോലെ തന്നെ ഒരു ഉണക്ക നാരങ്ങയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഇതുപോലെ ഈ വെള്ളം തിളച്ച് വരണം കേട്ടോ. നല്ല വെട്ടി തിളച്ച് വരുന്ന സമയത്ത് വേണം നമ്മൾ 1 മണിക്കൂറോളം കുതിരാൻ വെച്ചിരുന്ന ഒരു സെല്ല ബസുമതി റൈസ് ഇല്ലേ, അത് 1 മണിക്കൂറിന് ശേഷം ഒരു അരിപ്പ പാത്രത്തിലേക്ക് ഊറ്റി നന്നായിട്ട് വെള്ളം കളഞ്ഞെടുത്തിരിക്കുന്നതാണ്. ആ ഒരു കുതിർത്ത് വെച്ചിരുന്ന ഒരു സെല്ല ബസുമതി റൈസ് ഇതുപോലെ ഈ ഒരു വെള്ളത്തിലേക്ക് ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി തീ നമ്മൾ കുറച്ച് വെച്ച് കൊടുക്കൊന്നും വേണ്ട. ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് തന്നെ ഈ ഒരു അരി നമ്മൾ നന്നായിട്ടൊന്ന് വേവിച്ചിട്ടെടുക്കണം. ഒരു 3/4 ഭാഗമൊന്നും അല്ല കേട്ടോ, അത്യാവശ്യം നന്നായിട്ട് തന്നെ നമ്മൾ അരി വേവിക്കണം. ഏകദേശം നമ്മൾ ലാസ്റ്റ് ഒരു 10 മിനിറ്റൊക്കെ ഇത് ദം ചെയ്യുന്നുള്ളൂ. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ അരി നമ്മൾ വേവിച്ചിട്ടെടുക്കുക. മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ട് ഇതുപോലെ തുറന്ന് വെച്ച് കൊടുത്തിട്ട് തന്നെ നമ്മൾ അരി നന്നായിട്ടൊന്ന് വേവിച്ചിട്ടെടുത്താൽ മതി. അപ്പോൾ ഇതുണ്ടല്ലേ കറക്റ്റ് ഒരു പാകത്തിന് എനിക്കിപ്പോൾ ഇവിടെ അരി നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഒട്ടും തന്നെ കുഴഞ്ഞൊന്നും പോയിട്ടില്ല. നന്നായിട്ട് വെന്ത് വന്നിരിക്കുന്ന ഈ ഒരു അരി നമുക്ക് മറ്റൊരു അരിപ്പ പാത്രത്തിലേക്ക് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ആ ഒരു വെള്ളം ഫുള്ളായിട്ട് കളഞ്ഞിട്ടെടുക്കാം. നമ്മൾ ആദ്യമേ റെഡിയാക്കി വെച്ചിട്ടുള്ള ഒരു ചിക്കനില്ലേ, ആ ഒരു ചിക്കനിൽ കുറച്ച് ഓയിലും അതുപോലെ തന്നെ ഒരു ചിക്കൻ്റെ ഒക്കെ വെള്ളം ഇറങ്ങിയിട്ട് കുറച്ച് ചിക്കൻ സ്റ്റോക്കും ഒക്കെ വന്ന് കിടപ്പുണ്ടായിരിക്കും. അത് മുഴുവനായിട്ട് അതിൽ നിന്ന് ഊറ്റിയെടുത്തിട്ടില്ല. ഇതുപോലെ കുറച്ച് ഞാനൊരു പാത്രത്തിലെടുത്തൊന്ന് മാറ്റിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ആ ഒരു റൈസിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ അത് കുറച്ചൊന്ന് എടുത്ത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം നമ്മളിപ്പോൾ ഊറ്റി വെച്ചിരിക്കുന്ന ഒരു ചോറ് നല്ല ചൂടോട് കൂടിയിട്ട് തന്നെ ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക. മുഴുവനായിട്ട് തന്നെ ചോറ് ഇതുപോലെ ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് ഒരു 5-6 പച്ചമുളക് ഇതുപോലെ ഇറക്കി വെച്ച് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ നമ്മളൊരു ചിക്കനിൽ നിന്ന് ഊറ്റിയെടുത്ത ചിക്കൻ സ്റ്റോക്കില്ലേ, അത് ഇതുപോലെ ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ കുറച്ച് മന്തി മസാല നമുക്ക് ഇതുപോലെ ഒന്ന് വെതറി കൊടുക്കാം. ഒരു നുള്ളു ഉപ്പും കൂടെ ഒന്ന് വെതറി കൊടുക്കാം കേട്ടോ. ആ ഒരു റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കിട്ടുന്ന പോലെ തന്നെ ആ ഒരു റൈസും കുറച്ചൊരു കളർഫുൾ ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് യെല്ലോ ഫുഡ് കളറും അതുപോലെ തന്നെ വളരെ കുറച്ച് മാത്രം ആ ഒരു റെഡ് ഫുഡ് കളറും ഒന്ന് കുറച്ചൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലൊരു പഴയൊരു പാൻ എടുത്തിട്ട് ആ ഒരു പാൻ നമ്മളൊന്ന് ചൂടാക്കുക. ആ ഒരു പാനിൻ്റെ മുകളിലേക്ക് വേണം നമ്മുടെ ഈ ഒരു മന്തിയുടെ ഈ ഒരു പാത്രം വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്ക് ആ ഒരു മന്തി റൈസിന് ഒരു സ്മോക്കി ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു ചെറിയൊരു പാത്രം ഇതിന്റെ നടുക്കിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കുക. അതിനുശേഷം ഒരു 1-2 ചാർക്കോൾ ഇതുപോലെ നന്നായി കത്തിച്ചതിന് ശേഷം ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി അഥവാ നമ്മുടെ കയ്യിൽ ചാർക്കോൾ ഇല്ലെങ്കിൽ ചിരട്ട കത്തിച്ചിട്ടുള്ള ഒരു കനലില്ലേ, ആ ഒരു കനൽ ഇട്ട് കൊടുത്താലും മതി. ഇനി ഈ ഒരു ചാർക്കോൾ കത്തിച്ചതിലേക്ക് കുറച്ച് ഓയിൽ, സൺഫ്ലവർ ഓയിലോ വല്ലതും നമുക്ക് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോഴത്തേക്ക് നന്നായിട്ട് ഇതുപോലെ ഒന്ന് പുക വരും. നന്നായിട്ട് ഇതുപോലെ പുക വന്നതിന് ശേഷം നമ്മൾ ഈ ഒരു മൂടി വെച്ചൊന്ന് അടച്ചു വെച്ച് കൊടുക്കണം. ഇനി നിങ്ങൾ എടുക്കുന്ന മൂടിയിൽ ഹോളുകൾ ഉള്ളതാണെങ്കിൽ നമ്മൾ ഒരു അലുമിനിയം ഫോയിലോ എന്തെങ്കിലും വെച്ചൊന്ന് കവർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ തീയൊന്ന് കുറച്ച് വെച്ച് കൊടുത്തിട്ട് ഒരു 10 മിനിറ്റ് ആണ് കേട്ടോ നമ്മളിത് ദം ചെയ്യേണ്ടത്. അപ്പോൾ ഇത് നമ്മൾ ദം ചെയ്തെടുക്കുന്ന ഒരു സമയം കൊണ്ട് ഇതിൻ്റെ സൈഡായിട്ട് കൂട്ടാൻ പറ്റിയ നമ്മളൊരു റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ മന്തി കഴിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു തക്കാളി കൊണ്ടുള്ള ഒരു സാലഡ് ഇല്ലേ, അതൊന്ന് റെഡിയാക്കിയിട്ട് എടുക്കാം. അതിനായിട്ട് ഒരു 2 മീഡിയം വലിപ്പമുള്ള നല്ല പഴുത്ത തക്കാളി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു വലിപ്പമുള്ള ചെറിയ 2 കഷ്ണം സവാള, ഒരു പച്ചമുളക്, ഒരു 3-4 തണ്ട് മല്ലിയില, അതുപോലെ തന്നെ ഒരു 2 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി നമുക്കൊരു ചോപ്പറിലേക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം പൊടിച്ചതും ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂണോളം വിനാഗിരി ചേർത്ത് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് കറക്കിയെടുത്താൽ മതി. അപ്പോൾ ഇത് കണ്ടില്ലേ നമ്മുടെ ഒരു അറബിക് സാലഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടില്ലേ ഏകദേശം ഒരു 10 മിനിറ്റോളം ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇതിന്റെ മോൾ ഭാഗം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും ഇതിന്റെ മുകളിലേക്കും നന്നായിട്ട് ആവി കയറിയിട്ടുണ്ട്. ആ ഒരു രീതിക്ക് വേണം കേട്ടോ നമ്മളിത് ദം ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. ഇത് വീണ്ടും ഒരു 10-15 മിനിറ്റ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രം നമ്മളിത് തുറന്ന് നോക്കിയാൽ മതി കേട്ടോ. എന്നിട്ട് നമ്മളിത് സെർവ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഒരു ചോറ് നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്യുക കേട്ടോ. നല്ല പോലെ തന്നെ ഇതുപോലെ നമ്മളൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം മറ്റൊരു പാത്രത്തിലേക്ക് നമ്മൾ ഈ ഒരു ചോറൊന്ന് മാറ്റി കൊടുക്കാം. അതിനുശേഷം ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു ചിക്കൻ അങ്ങ് എടുക്കുക. ചിക്കൻ നമ്മൾ ഇതുപോലെ എടുത്തതിന് ശേഷം ഇതിൻ്റെ അടിയിലൊരു മസാല കാണും. കാരണം നമ്മളൊരു ചിക്കൻ വേവിച്ചിട്ടുള്ള ഒരു മസാലയില്ല. ചിക്കൻ നമ്മൾ ഈ ഒരു പാത്രത്തിലാണ് ആദ്യമേ വേവിച്ചത്. ആ ഒരു മസാല ഫുള്ളായിട്ട് തന്നെ ഈ ഒരു ചോറിലേക്ക് ഇട്ട് കൊടുക്കുക.
എന്നിട്ട് ആ ഒരു മസാലയും ചേർത്തിട്ട് നന്നായിട്ട് നമ്മൾ ചോറൊന്ന് മിക്സ് ചെയ്യണം. എങ്കിൽ മാത്രമേ ആ ഒരു ചോറിനും നല്ലൊരു ഫ്ലേവർ ഉണ്ടാവത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമ്മൾ മിക്സ് ചെയ്തിട്ട് എടുക്കുമ്പോഴാണ് ഈ ഒരു ചോറിനും നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുന്നത്. അതിനുശേഷം നമുക്ക് നല്ല ചൂടോട് കൂടിയിട്ട് തന്നെ ഈ ഒരു മന്തി സെർവ് ചെയ്യാനാണ്. മന്തിയൊക്കെ നല്ല ചൂടോട് കൂടിയിട്ട് കഴിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു കറക്റ്റ് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ നല്ല ചൂടോട് കൂടിയിട്ട് തന്നെ നിങ്ങൾ സെർവ് ചെയ്യുക. നമ്മൾ പുറത്ത് നല്ലൊരു റെസ്റ്റോറൻറ്റിലൊക്കെ പോയി കഴിക്കുന്ന ഒരു മന്തിയുടെ ഒരു സെയിം ടേസ്റ്റ് തന്നെ നിങ്ങൾ ഇതേ ചേരുവകളെല്ലാം കറക്റ്റ് അളവിലെടുത്ത് ചെയ്യുവാണെങ്കിൽ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള മന്തി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതും ഒരുപാട് പണിയൊന്നും ഇല്ലാതെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തിട്ടെടുക്കാൻ പറ്റിയൊരു റൈസാണ് ചിക്കൻ മന്തി. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് വന്നറിയിക്കുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് നമ്മുടെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയതായിട്ട് ഈ ഒരു ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലും ഇതുവരെയായിട്ടും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും താഴെ കാണുന്ന ഒരു സബ്സ്ക്രൈബ് ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിലെ കാണുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്നൊരു ഓപ്ഷൻ തന്നെ കൊടുക്കുകയാണെങ്കിൽ ഞാൻ പുതിയ റെസിപ്പികളൊക്കെ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ് വീണ്ടും നമുക്കിതുപോലെ നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം.